പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു അവിയലാണ്. അതിനായിട്ട് പച്ചക്കറികളെല്ലാം ഞാൻ ശരിയായിട്ട് കഴുകി കഷ്ണങ്ങളാക്കി ഒരു മൺചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനാവശ്യമായ പച്ചക്കറികൾ ഞാൻ എടുത്തിരിക്കുന്നത് ചേനയും ചേമ്പും പച്ചത്തക്കായും ബീൻസും പച്ചപ്പയറും കോവയ്ക്കായും ഒരു സവാളയും പച്ചമുളകും ഒരു ക്യാരറ്റുമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ ഇത് വെന്തതിന് ശേഷം മുരിങ്ങക്കായുടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് വേവിച്ചെടുത്തിരിക്കുന്നത്. ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആദ്യം കുറച്ച് ചേർക്കുകയാണ്. ഇനി കുറച്ച് ചുവന്ന മുളകിൻ്റെ പൊടിയൂടെ ചേർത്ത് ഒരു അര സ്പൂൺ ചുവന്ന മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ചേർത്ത് നമുക്ക് ചെറുതീയിൽ വേവിച്ചെടുക്കാവുന്നതാണ്. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇത്തിരി വെള്ളം ഒഴിച്ചാൽ പച്ചക്കറിയിൽ നിന്ന് വെള്ളം ഇറങ്ങും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇതിലിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇത് അടച്ചു വെച്ച് ചെറുതീയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ അതവിടെ ഇരുന്ന് വേവട്ടെ. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള അരപ്പ് അരച്ചെടുക്കാം. അതിനായിട്ട് തേങ്ങയും ജീരകവും 2-3 ചുവന്നുള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയുടെ 2-3 കഷ്ണവും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇനിയും ഇടയ്ക്ക് പച്ചക്കറി ഒന്ന് വെന്തോന്ന് നോക്കണം. ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്തിട്ടില്ല. ഇനി അടച്ചു വെച്ച് ഒന്നുകൂടെ വേവിക്കാം. അപ്പോൾ അരപ്പിൻ്റെ അകത്ത് കുറച്ച് കറിവേപ്പിലയൂടെ ഇട്ട് വേണം അരയ്ക്കുവാൻ. അപ്പോൾ നമ്മുടെ പച്ചക്കറികളെല്ലാം നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് കൊടുക്കാം. ഇനി ആ മിക്സിയിൽ സ്വല്പം വെള്ളം ഒഴിച്ച് അതുകൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പം അടിയിൽ പിടിക്കും. അതുകൊണ്ട് ഞാൻ സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് ചെറുതീയിൽ ഒന്ന് അടച്ചു വെക്കാം. ഒന്ന് തിള വന്നതിന് ശേഷം ഇതിലോട്ട് നമുക്കിനിയും തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാൻ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ചിലരൊക്കെ മാങ്ങ ചേർക്കും പുളിക്ക് വേണ്ടി. പക്ഷെ ഞാൻ മാങ്ങ ചേർക്കാറില്ല. ഞാൻ തൈരാണ് എപ്പോഴും ചേർക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം. തൈരോ മാങ്ങായോ. മാങ്ങയാണെങ്കിൽ ആദ്യം പച്ചക്കറികളുടെ കൂടെ ഇട്ട് വേവിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഞാൻ മുരിങ്ങക്ക വേവിച്ച് വെക്കും. അതുകൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതുകൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കണം. ആ മുരിങ്ങക്കായിൽ ആ അരപ്പൊക്കെ ഒന്ന് പിടിക്കുവാനായിട്ട്. ഇനി ഇത് ഒന്ന് അടച്ചു വെക്കാം സ്വല്പം നേരം. അപ്പം നമ്മളുടെ പച്ചക്കറികളിൽ നല്ല അരപ്പൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു അര കപ്പ് തൈരാണ് ഒഴിച്ചിരിക്കുന്നത്. നിങ്ങളുടെ തൈരിൻ്റെ പുളി അനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും തൈര് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യാവുന്നതാണ്. തൈര് ഒഴിച്ചു കൊടുത്തതിന് ശേഷം തിളപ്പിക്കരുത്. ഞാനിപ്പോൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇളക്കിയതിന് ശേഷം ഇതിലോട്ട് കറിവേപ്പിലയും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ചു വെക്കാവുന്നതാണ്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണയൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് നേരം അടച്ചു വെക്കണം. കുറച്ച് നേരം അടച്ചു വെക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് ആകുന്നത്. അപ്പം നിങ്ങളെല്ലാവരും അവിയൽ ഇതുപോലൊക്കെയാണ് ഉണ്ടാക്കുന്നതെന്ന് കരുതുന്നു. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കുന്നത്.
ഞാനിത് കുറച്ച് നേരം അടച്ചു വെക്കുകയാണ്. അപ്പം നമ്മളുടെ അടിപൊളി അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി.